നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബഹ്റൈൻ രാജ്യത്തിന്റെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ രാജാവ് വത്തിക്കാനിലെത്തി ലയോ 14 മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ തിങ്കളാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഇരുവരും നടത്തിയ സംഭാഷണത്തിനിടെ മതസ്വാതന്ത്ര്യവും ആരാധനാ അവകാശവും സംരക്ഷിക്കുന്നതിനുള്ള ബഹ്റൈന്റെ സമർപ്പണത്തെ സൽമാൻ രാജകുമാരൻ ഊന്നി പറഞ്ഞു. സഹവർത്തിത്വം, സഹിഷ്ണുത, അനുകമ്പ, സമാധാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലും വിശ്വാസങ്ങൾക്കിടയിൽ മതപരമായ ധാരണയും ഐക്യദാർഢ്യവും വളർത്തുന്നതിലും ലയോ പാപ്പ വഹിക്കുന്ന പങ്കിന് സൽമാൻ രാജകുമാരൻ നന്ദിയും അർപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 13 മുതൽ 24 വരെ ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടന സ്ഥലമായ പനത്തടി ഫൊറോനയിൽ സംഘാടക സമിതി രൂപീകരിച്ചു. പനത്തടി ഫൊറോനയിലെ പാണത്തൂരിൽ ഒക്ടോബർ 13 വൈകുന്നേരം 3:30 അഭിമന്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവ് സംരക്ഷണ യാത്ര ഉദ്ഘാടനം ചെയ്യും. നീതി ഔദാര്യമല്ല, അവകാശമാണ് എന്ന മുദ്രാവാക്യവുമായി മതേതരത്വവും രാജ്യത്തിന്റെ ഭരണഘടനയും സംരക്ഷിക്കുക, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച് നടപ്പിലാക്കുക, വന്യമൃഗശല്യവും ഭൂപ്രശ്നങ്ങളും അവസാനിപ്പിക്കുക, റബ്ബർ, നെല്ല് ഉൾപ്പെടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയ്ക്ക് പരിഹാരം കാണുക, വിദ്യാഭ്യാസ ന്യൂനപക്ഷ രംഗങ്ങളിലെ അവഗണനകൾ അവസാനിപ്പിക്കുക, കാസർഗോഡ് മുതൽ വയനാട് വരെയുള്ള 400 kV ലൈൻ കടന്നുപോകുന്നിടത്തെ കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യാത്ര നടത്തുന്നത് എന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ ഫിലിപ്പ് കവിയിൽ അറിയിച്ചു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ദിനം രാജ്യത്തിന്റെ ഔദ്യോഗിക കലണ്ടറിൽ ഉൾപ്പെടുത്തി ബ്രസീൽ ഭരണകൂടം. സെപ്റ്റംബർ 25 ആക്ടിംഗ് പ്രസിഡന്റ് ജെറാൾഡോ ആൽക്കിൻ നിയമത്തിന് അംഗീകാരം നൽകിയതോടെ ഭരണകൂടം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇതോടെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ തിരുനാൾ ദിനം ബ്രസീലിയൻ ദേശീയ കലണ്ടറിൽ ഔദ്യോഗികമായി ചേർത്തിരിക്കുകയാണ്. ബ്രസീലിയൻ ജനതയുടെ കത്തോലിക്ക വിശ്വാസത്തോടുള്ള ചരിത്രപരമായ ആദരവും പ്രാധാന്യവും പ്രസക്തിയും അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ അനുസ്മരണാർത്ഥം ഇത്തരമൊരു നടപടിയെന്ന് ബ്രസീൽ ഭരണകൂടം പറയുന്നു. 19ാം നൂറ്റാണ്ടിലെ എക്യുമെനിസത്തെ രൂപപ്പെടുത്തിയ ആത്മീയ നിയന്താവും മഹാനായ ചിന്തകരിൽ ഒരാളുമായിരുന്ന വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനെ നവംബർ 1 വേദപാരംഗതരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം ലയോ പാപ്പ നടത്തും. തിരുസഭയുടെ 38ാമത്തെ വേദപാരംഗതനായിരിക്കും വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ സത്യവിശ്വാസം കലർപ്പില്ലാതെ പഠിപ്പിച്ച വിജ്ഞാനികളും വിശുദ്ധരുമായ നേതാക്കളെ സഭാപിതാക്കന്മാർ എന്നാണ് പിന്നീട് വന്ന തലമുറ വിളിച്ചിരുന്നത്. എന്നാൽ അവരിൽ ചിലരെ പഠനത്തിന്റെ പ്രത്യേകത കൊണ്ടും വ്യാഖ്യാനത്തിന്റെ പുതുമ കൊണ്ടും സഭ ഔദ്യോഗികമായി വേദപാരംഗതർ എന്ന് വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. ആരോഗ്യകരമായ മതേതരത്വം പ്രോത്സാഹിപ്പിക്കുവാൻ യൂറോപ്യൻ സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ യൂറോപ്യൻ പാർലമെന്റിന്റെ ഇന്റർ കൾച്ചറൽ ആൻഡ് ഇന്റർ റിലീജിയസ് ഡയലോഗിനെ കുറിച്ചുള്ള വർക്കിംഗ് ഗ്രൂപ്പ് പരിപാടിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പാപ്പ. ഈ സംരംഭത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും അത് വളരെയധികം ഫലം നൽകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് പാപ്പ തന്റെ പ്രസംഗം ആരംഭിച്ചത്. എല്ലായ്പ്പോഴും മനുഷ്യ വ്യക്തിത്വത്തെയും മാനുഷിക അന്തസ്സിനെയും മാനിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ലിയോ പാപ്പ ഓർമ്മിപ്പിച്ചു. മതം എന്ന വാക്ക് തന്നെ മാനവികതയുടെ ഒരു യഥാർത്ഥ ഘടകമെന്ന നിലയിൽ ബന്ധത്തിന്റെ ആശ്രയത്തെ സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.